കാണുന്നില്ലേ ഇപ്പോൾ? സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേടാ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഫജർ, റമീസ്, ശ്രീരാജ്. ഓക്കെ ഓക്കെ, ശരി ശരി ശരി. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ രണ്ട് കേസസ് അല്ലേ പറഞ്ഞത്? കെ എൻ അൽഗോരിതം, കേസ് ബേസ്ഡ് റീസണിംഗ് ആണ് പറഞ്ഞത്. കെ എൻ അൽഗോരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ വർക്ക് ബേസ്ഡ് ഓൺ അനലോഗി, and in the case of a case-based reasoning, we will consider the cases, right? Instead of the analogy, or instead of considering the nearest point, what we will do in the case of a case-based reasoning is like we will consider the cases. The small portions, each of the small portions considered as cases, and each case is like we will consider store the symbolic description, tuple or cases, points in the case of a Euclidean space, in the case of a case-based reasoning. Next point is like classifier accuracy measures. So here you can see, ഇതിൽ നമുക്ക് ടോപ്പ് ഒരു മെട്രിക്സ് ആണല്ലേ ഇവിടെ കാണുന്ന ഈ മെട്രിക്സ് C1, C2, C1, C2, true positive, false negative, false positive, true negative, true positive and true negative, false positive and false negative. അപ്പോൾ അതെന്താണ് മീൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാലോ. ഓരോ ക്ലാസിഫിക്കേഷനിൽ വരുന്ന എററും അതെങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ട്രൂ പോസിറ്റീവ് ട്രൂ നെഗറ്റീവ് എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് അറിയാം. അത് ഓൾറെഡി കഴിഞ്ഞ സെക്കൻഡ് മോഡ്യൂൾ ഓൾറെഡി പറഞ്ഞിട്ടില്ലേ. ട്രൂ പോസിറ്റീവ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ട്യൂപ്പിൾ that are correctly labeled by the classifier and the prediction is also correct. And true negative means negative tuples correctly labeled by the classification. False positive means negative tuples incorrectly labeled as positive. And false negative means positive tuples that are mislabeled as negative. അതാണ് 4 ക്ലാസിഫിക്കേഷൻ. ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്. അത് നമ്മൾ TP, TN, FP, SP എന്നാണ് സാധാരണ റെപ്രസെന്റ് ചെയ്യുക. TP, FP എന്ന് വെച്ചാൽ ട്രൂ പോസിറ്റീവ്, ഫാൾസ് പോസിറ്റീവ്, false negative and true positive, right? അപ്പോൾ ഇവിടെ accuracy of a classifier M is the percentage of test set tuple that is correctly classified by the model M. That is known as okay. Phone class it is very difficult to handle. Anyway, the accuracy of a classifier M then represent ചെയ്യുന്നതാണ് accuracy of M എന്ന് പറയുന്നത്. ഈ accuracy of M എന്ന് പറയുന്നത് എന്താ? accuracy of M എന്ന് പറയുന്നത് എന്താ? The percentage of a test set tuples. ഇപ്പോൾ ഇവിടെ കാണുന്നില്ലേ നിങ്ങൾ? ഈ ടെസ്റ്റ് സെറ്റ് ട്യൂപ്പിൾസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്തിട്ടുള്ളത്? അതായത് എറർ റേറ്റ് എന്ന് പറഞ്ഞാൽ മിസ് ക്ലാസിഫിക്കേഷൻ റേറ്റ് ഓഫ് M is equal to 1 minus accuracy of M. നമ്മുടെ ടോട്ടൽ ആക്യുറസിനെ 100% എന്ന് പറയുന്നത് പോലെ നമ്മൾ എറർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ക്ലാസിഫയറിന്റെ ആക്യുറസി 1 ആണ്, അതിൽ നിന്ന് എറർ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി 1 മൈനസ് ആക്യുറസി ഓഫ് M ചെയ്യുക. ഈ M എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ? ക്ലാസിഫിക്കേഷൻ പെർസെന്റേജ് മോഡലാണ് M എന്ന് പറയുന്നത്. സോ ഗിവൺ M ക്ലാസ്സസ് CMIJ an entry in a confusion matrix. Confusion matrix എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇതാണ് നമ്മുടെ കൺഫ്യൂഷൻ മാട്രിക്സ് എന്ന് പറയുന്നത്. എന്താ കൺഫ്യൂഷൻ മാട്രിക്സിൽ ഉണ്ടാവുക? ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫാൾസ് പോസിറ്റീവ്, ഫാൾസ് നെഗറ്റീവ് ആണ് നോർമലി കൺഫ്യൂഷൻ മാട്രിക്സിൽ ഉണ്ടാവുക. അപ്പോൾ സോ given M classes, നമുക്ക് M classes ഉണ്ട്, and I wanted to calculate classifier accuracy MCMIJ and entry in a confusion matrix indicate number of tuples in class I that are labeled by the classifier as J. അതായത് ക്ലാസ് ഐയിലുള്ളതിനെ നമ്മൾ ക്ലാസ് ജെയിലേക്ക് ലേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എറർ റേറ്റിൽ നോക്കുക. ഓക്കെ, സോ ആൾട്ടർനേറ്റീവ് ആക്യുറസി മെഷേഴ്സ് ആർ ലൈക്ക് സെൻസിറ്റിവിറ്റി, സ്പെസിഫിസിറ്റി, പ്രിസിഷൻ ആൻഡ് ആക്യുറസി. സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താ? T minus POS divided by POS. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ട്രൂ പോസിറ്റീവ് റെക്കഗ്നിഷൻ റേറ്റ് എന്നാണ് അതിനെ പറയാം. സെൻസിറ്റിവിറ്റി. സ്പെസിഫിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ട്രൂ നെഗറ്റീവ് റെക്കഗ്നിഷൻ റേറ്റ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പ്രിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ TP/P എന്നാണ് പറയാം. ആക്യുറസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? TP+TN ഡിവൈഡഡ് ബൈ P+N ആണ് നമ്മുടെ നോർമൽ പോസിറ്റീവ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എൻ്റെ നോട്ട്സിൽ കാണിച്ചു തരാം. ഇതിപ്പോ കാണുന്നില്ല നിങ്ങൾക്ക്? ആക്യുറസി എന്താ? ആക്യുറസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ത് എഴുതിയിട്ടുള്ളത്? TP+TN ഡിവൈഡഡ് ബൈ P+N. അതായത് ട്രൂ പോസിറ്റീവ് റേറ്റ്. നമ്മുടെ കൺഫ്യൂഷൻ മെട്രിക്സ് എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെയാണ് കൺഫ്യൂഷൻ മെട്രിക്സ് ഉണ്ടാവുക. സോ യു ക്യാൻ സീ ഹിയർ ആക്ച്വൽ ക്ലാസ് ആൻഡ് പ്രെഡിക്റ്റഡ് ക്ലാസ്. Actual class is something like yes and no will be there. Yes and no will be there. And if both actual class and predicted class are true, then we will map it as yes. If actual class is yes and predicted class is no, we will call it as false negative. And actual class is no and predicted class is yes, then it is false positive. Then otherwise we will call it as true negative. Okay. ഓക്കെ, സോ ട്രൂ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ TP എന്ന് പറയും, ട്രൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ TN എന്ന് പറയും, ഫോൾസ് പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ FP എന്ന് പറയും, ഫോൾസ് നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ FN എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ അതിൽ നമുക്ക് ആക്യുറസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് TP+TN ഡിവൈഡഡ് ബൈ P+N. TP എന്ന് വെച്ചാൽ എന്താ? ട്രൂ പോസിറ്റീവിനെയാണ് നമ്മൾ TP എന്ന് പറയുന്നത്. എത്ര എണ്ണം കറക്റ്റ് ഉള്ളത് കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് TPയിൽ കിട്ടുക നമുക്ക്. ഓക്കെ, ഇനി എത്ര എണ്ണം കറക്റ്റ് ഉള്ളത് നെഗറ്റീവ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് നമുക്ക് TN കിട്ടും. ആ രണ്ടിന്റെയും വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോസിറ്റീവ് എക്സാമ്പിൾസ് ആൻഡ് നമ്പർ ഓഫ് നെഗറ്റീവ് എക്സാമ്പിൾസ് P and N. അതാണ് ആക്യുറസി കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ. ഓക്കെ, ഇതിപ്പോ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണുന്നില്ലേ? ജാസിൽ, സൗരഭ്, ശ്രീരാജ് കാണുന്നില്ലേടാ? വൃത്തിയിൽ കാണുന്നില്ലേ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ആക്യുറസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ കിട്ടിയല്ലോ. ട്രൂ പോസിറ്റീവ് പ്ലസ് ട്രൂ നെഗറ്റീവ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ് ആണ് P+N കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി എറർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണോ? എറർ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മൈനസ് ആക്യുറസി ഓഫ് M എന്നല്ലേ നമ്മൾ എറർ റേറ്റിനെ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ അതായത് ഓൾറെഡി ഉള്ള ടോട്ടൽ ആക്യുറസിന്ന് നമ്മൾ ടോട്ടൽ 100 മൈനസ് ആക്യുറസിയാണ് നമ്മൾ ചെയ്യുക എറർ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പൊ ഇവിടെ അതുപോലെ എറർ റേറ്റ് ഈസ് ഈക്വൽ ടു FP+FN ഡിവൈഡഡ് ബൈ P+N. ഇതാണ് എറർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പോൾ FP എന്ന് വെച്ചാൽ എന്താ? ഫോൾസ് പോസിറ്റീവ് ആണ് FP. FN എന്ന് വെച്ച് കഴിഞ്ഞാലോ ഫോൾസ് നെഗറ്റീവ് ആണ് FN എന്ന് പറയുന്നത്. P+N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ്. അതിൽ സെൻസിറ്റിവിറ്റി ഉണ്ട്, സ്പെസിഫിസിറ്റി ഉണ്ട്. ഇത് രണ്ടും എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ആക്യുറസി മെഷേഴ്സിൽ വരുന്നത് തന്നെയാണ്. സെൻസിറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ പോസിറ്റീവിന്റെ റേറ്റ്, അതായത് TP/P എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ടോട്ടൽ പോസിറ്റീവ് എക്സാമ്പിൾ ആണ് P. പോസിറ്റീവ് എക്സാമ്പിളിന്റെ ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ TP/P ആണ് സെൻസിറ്റിവിറ്റി. ഈ സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ട്രൂ പോസിറ്റിവിറ്റി, ദാറ്റ് ഈസ് നോൺ ആസ് സെൻസിറ്റിവിറ്റി. ഇനി സ്പെസിഫിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാലോ പ്രപ്പോർഷൻ ഓഫ് നെഗറ്റീവ് ട്യൂപ്പിൾസ് that are correctly identified. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ TN/N എന്നാണ് യൂസ് ചെയ്യുക. അതായത് ടോട്ടൽ നെഗറ്റീവ് സാമ്പിൾ ഡിവൈഡഡ് ബൈ N. അപ്പൊ അത് രണ്ടും മനസ്സിലായല്ലോ. അപ്പൊ 4 ഇക്വേഷൻസ് പഠിച്ചു. കൺഫ്യൂഷൻ മെട്രിക്സിൽ TP, TN, FP, FN എന്ന് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. അതിൽ ഓരോന്നും എന്താണെന്ന് നോക്കുക. നെക്സ്റ്റ് ഇസ് ആക്യുറസി. ആക്യുറസി എന്ന് വെച്ചാൽ പോസിറ്റീവ് സാമ്പിൾസിന് നെഗറ്റീവ് സാമ്പിൾ, ട്രൂ പോസിറ്റീവും ട്രൂ നെഗറ്റീവും ഡിവൈഡഡ് ബൈ P+N. അതിനുശേഷം എറർ റേറ്റ്. എറർ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾസ് പോസിറ്റീവ് ഫോൾസ് നെഗറ്റീവ് ഡിവൈഡ് ബൈ P+N.
പിന്നെയുള്ളതാണ് സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റി will give you the rate of true positive example, and specificity will give you the proportion of negative tuples. So here in proportion of negative tuples that are correctly identified. So here you will calculate Tn by n. And the next one is precision and recall measures, and these two measures are also widely used in classification process. Okay. അപ്പോൾ നോക്കിയേ, അതിൽ വരുന്നതാണ് ഇത്. കാണുന്നുണ്ടോ പ്രിസിഷൻ? പ്രിസിഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടി പി ഡിവൈഡഡ് ബൈ ടി പി പ്ലസ് എഫ് പി, അതാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. അടുത്തത് എന്താ? റീകോൾ. റീകോൾ എന്ന് വെച്ചാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടി പി ഡിവൈഡഡ് ബൈ ടി പി പ്ലസ് എഫ് എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പോസിറ്റീവ് ടി പി ബൈ പി എന്നാണ് നമ്മൾ അതിനെ പറയാം റീകോളിന്. ഈ 4 ഇക്വേഷൻസും ഈ 6 ഇക്വേഷൻസും പഠിക്കണം. അതായത് ആദ്യം നമ്മൾ പറഞ്ഞ 2 ഇക്വേഷൻസ് ഫോർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സാമ്പിൾസ് ഓഫ് ട്രൂ പോസിറ്റിവിറ്റി ആൻഡ് ട്രൂ നെഗറ്റിവിറ്റി, കാൽക്കുലസ് ഓഫ് ആക്യുറസി ആൻഡ് എറർ റേറ്റ്, ദെൻ സെൻസിറ്റിവിറ്റി, സ്പെസിഫിസിറ്റി, ദെൻ പ്രിസിഷൻ ആൻഡ് റീകോൾ. ഈ 4 എറർ റേറ്റിന്റെ ഇക്വേഷനും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ. പിന്നെ അടുത്ത അഡീഷണൽ ആസ്പെക്ട്സ്, അതായത് ആക്യുറസി based measures compared with respect to the additional aspects. Which are the additional aspects? They are like speed, robustness, scalability, and interpretability. So these are 4 measures also we are considering for measuring the accuracy of a classifier. Clear ആയോ പറഞ്ഞത്? ഈ 4 ടേമും ക്ലിയർ ആയോ? പറയടാ. പറഞ്ഞ സാധനങ്ങളൊക്കെ ക്ലിയർ ആയോ? ഓക്കെ, ശരി. ഇപ്പോൾ ഇതിൽ കുറച്ച് നമ്മൾ ട്രൂ പോസിറ്റിവിറ്റിയും ട്രൂ നെഗറ്റിവിറ്റി ഒക്കെ ഓൾറെഡി മോഡൽ ക്ലാസിഫയറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആക്ച്വലി ഒരു ടേബിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ട്യൂപ്പിൾസ് പറഞ്ഞാൽ ട്യൂപ്പിൾസ് ഓഫ് ദ മെയിൻ ക്ലാസ് ഓഫ് ഇൻട്രസ്റ്റ്, നെഗറ്റീവ് ട്യൂപ്പിൾസ് പറഞ്ഞാൽ ഓൾ അതർ ട്യൂപ്പിൾസ്. നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലാതെ എല്ലാത്തിനും നമ്മൾ നെഗറ്റീവ് ട്യൂപ്പിൾസ് ആണ് പറയാം. അപ്പൊ 2 ക്ലാസ്സസ് വന്നിട്ട് പോസിറ്റീവ് ട്യൂപ്പിൾസ് അതായത് ബൈസ് കമ്പ്യൂട്ടർ എസും, നെഗറ്റീവ് ട്യൂപ്പിൾസ് എന്ന് പറഞ്ഞാൽ ബൈസ് കമ്പ്യൂട്ടർ നോ ആണെന്ന് വിചാരിച്ചു. Suppose we use our classifier on a test set of labeled tuples, and P is the number of positive tuples and N is the number of negative tuples. Then accuracy is calculated. Accuracy എന്ന് പറയുന്ന വേറൊരു പേരാണ് recognition rate എന്ന് പറയും. Okay, so I'll write it as കാണുന്നില്ലേ? recognition rate. Recognition rate calculate ചെയ്യാനുള്ള ഇക്വേഷൻ അറിയാലോ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടി പി പ്ലസ് ടി എൻ ഡിവൈഡഡ് ബൈ പി പ്ലസ് എൻ. ഇത് തന്നെയാണ് എന്ത്? നമ്മുടെ ആക്യുറസി, റൈറ്റ്? ഇതിന് തന്നെ പറയുന്ന വേറൊരു പേരാണ് ആക്യുറസി. അടുത്തത് റെക്കഗ്നേഷൻ റേറ്റ് പറയുന്നത് പോലെ വേറെ പറയുന്ന പേരാണ് മിസ് ക്ലാസിഫിക്കേഷൻ റേറ്റ് എന്ന് പറയും. എന്താ മിസ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എറർ റേറ്റ് തന്നെ. എറേനിയസ് ക്ലാസിഫിക്കേഷൻ ആണല്ലോ നമ്മൾ മിസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. അപ്പൊ എറർ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് എഫ് പി പ്ലസ് എഫ് എൻ ഡിവൈഡഡ് ബൈ പി പ്ലസ് എൻ ആണ്. അതാണ് എന്ത്? മിസ് ക്ലാസിഫിക്കേഷൻ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അടുത്ത വരുന്നത് എന്താ? ഓൾറെഡി നമ്മൾ പറഞ്ഞു സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ ട്രൂ പോസിറ്റിവിറ്റി റേറ്റ്, അതറിയാം, ടി പി ബൈ പി. പിന്നെ നെഗറ്റിവിറ്റി റേറ്റിനാണ് നമ്മൾ എന്താ പറയാ? സ്പെസിഫിസിറ്റി എന്ന് പറയാം. സ്പെസിഫിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ നെഗറ്റീവ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ് സാമ്പിൾസ്. ഇവിടെ ട്രൂ പോസിറ്റീവ് ബൈ പോസിറ്റീവും ട്രൂ നെഗറ്റീവ് ബൈ നെഗറ്റീവും ആണ്. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പോസിറ്റിവിറ്റി റേറ്റും ആണ്, ഇത് എന്ത് റേറ്റും ആണ്? നെഗറ്റിവിറ്റി റേറ്റും ആണ്. അതുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ ഒന്നിൽ പി ആണ്, രണ്ടാമത്തേൽ എൻ ആണ്. അത് നോക്കിയിട്ട് തന്നെ പഠിക്കണേ. ഓക്കെ, ഇതുവരെ ക്ലിയർ ആയല്ലോ? ഇതുവരെ ഡൗട്ട് ഒന്നുമില്ലല്ലോ അല്ലേ? പിന്നെ അഡീഷണൽ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആക്യുറസി ബേസ്ഡ് മെഷേഴ്സ് ഫോർ ക്ലാസിഫിക്കേഷൻസ് ആർ ലൈക്ക് സ്പീഡ്, റോബസ്റ്റ്നെസ്, സ്കെയിലബിലിറ്റി ആൻഡ് ഇന്റർപ്രറ്റബിലിറ്റി. അത് എന്താന്ന് ഓരോന്ന് അറിയാലോ? സ്പീഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നോർമലി സ്പീഡ് റെഫേഴ്സ് ടു ദ കമ്പ്യൂട്ടേഷണൽ കോഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ജനറേറ്റിംഗ് ആൻഡ് യൂസിങ് എ ഗിവൺ ക്ലാസിഫയർ. അല്ലെങ്കിൽ how much
in how much rate it is classifying the samples correctly. അതിനാണ് നമ്മൾ ഇതൊരു സ്പീഡ് എന്ന് പറയുന്നത്. ഇനി റോബസ്റ്റ്നെസ് ആണെങ്കിലോ, this is the ability of a classifier to make the correct prediction for a given noisy data or data with missing values and all. അതാണ് നമ്മൾ റോബസ്റ്റ്നെസ്. അതായത് നമുക്ക് എത്രത്തോളം വിശ്വസിക്കാം എന്ന് പറയില്ലേ, അതായത് എറേനിയസ് സിറ്റുവേഷൻസിലും ഇത് എത്രത്തോളം കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ റോബസ്റ്റ്നെസ്സിൽ പറയാം. പിന്നെ സ്കെയിലബിലിറ്റി ആണെങ്കിലോ, ദിസ് റെഫേഴ്സ് ടു ദി എബിലിറ്റി ടു കൺസ്ട്രക്ട് എ ക്ലാസിഫയർ efficiently for a given large amount of data. മീൻസ് എത്രത്തോളം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. സ്കെയിലബിൾ എന്ന് വെച്ചാൽ എന്താ, എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യാം, അതായത് ലാർജ് ട്രെയിനിങ് ഡാറ്റയിൽ എത്രത്തോളം കറക്റ്റ് ആയിട്ട് ഇത് ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് സ്കെയിലബിൾ എന്ന് പറയാം. റോബസ്റ്റ്നെസ് ആണെങ്കിലോ, if it is robustness, what we will do, if it is erroneous data അല്ലെങ്കിൽ ഡാറ്റ മിസ്സിംഗ് വരുന്ന കേസിലൊക്കെ, മിസ്സിംഗ് ഡാറ്റ ഇതിലൊക്കെ കേസിൽ എത്ര കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് റോബസ്റ്റ്നെസ്. സ്പീഡ് നിങ്ങൾക്കറിയാം, ഹൗ ഫാസ്റ്റ്ലി ഇറ്റ് ഇസ് ക്ലാസിഫൈഡ് ആൻഡ് ദാറ്റ് ക്ലാസിഫിക്കേഷൻ ഷുഡ് ബി കറക്റ്റ്. ദാറ്റ് ഈസ് ദ കേസ് ഓഫ് ദിസ് മെഷേഴ്സ്. ഇന്റർപ്രിറ്റബിലിറ്റി മീൻസ് level of understanding that is provided by the classifier or predictor. Interpretability is like we cannot access it. നമുക്ക് കറക്റ്റ് ആയിട്ട് ഇന്റർപ്രിറ്റബിലിറ്റിനെ മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറയാം how correctly it will predict the classifier or how accurately it is classifying or predicting. അപ്പൊ നമ്മൾ ഡിസിഷൻ ട്രീ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യുന്നില്ലേ ഓരോ കാര്യങ്ങള്. if this is the case, നമ്മൾ ഡിസിഷൻ ട്രീ വരക്കുമ്പോൾ എങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യുക? if student yes, credit rating fair yes, then he will buy his computer yes എന്ന് പറയില്ലേ. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? I am interpreting from a branch of that decision tree. That is actually the interpretability. Clear ആയോ? അടുത്ത പറയാനുള്ളതാണ് എസ്റ്റിമേറ്റിംഗ് ആക്യുറസി വിത്ത് ഹോൾഡ് മെത്തേഡ്. അതായത് ഹോൾഡ് മെത്തേഡും ഉണ്ട്, റാൻഡം സബ് സാമ്പിളിങ്ങും. ഈ രണ്ട് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ആക്യുറസിനെ എസ്റ്റിമേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതെന്താന്ന് നോക്കാം. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇവാലുവേറ്റിംഗ് ദ ആക്യുറസി ഓഫ് എ ക്ലാസിഫയർ ഓർ എ പ്രിഡിക്റ്റർ. അതിന് രണ്ട് മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് വി വിൽ കോൾ ഇറ്റ് ആസ് ഹോൾഡ് ഔട്ട് മെത്തേഡ്. ഹോൾഡ് ഔട്ട് മെത്തേഡ് എന്ന് വെച്ചാൽ എന്താ? അതായത് ഹോൾഡ് ഔട്ട് മെത്തേഡ് ഇസ് ലൈക്ക് given data is randomly partitioned into two independent set. അതായത് ഒന്ന് ട്രെയിനിങ് സെറ്റും ഉണ്ടാവും, ടെസ്റ്റ് സെറ്റും ഉണ്ടാവും. ആൻഡ് ട്രെയിനിങ് സെറ്റ് എന്ന് വെച്ചാൽ നോർമലി 2/3 ഫോർ എ മോഡൽ കൺസ്ട്രക്ഷൻ ആൻഡ് ടെസ്റ്റ് സെറ്റ് വിൽ ബി 1/3 ഫോർ ദ ആക്യുറസി എസ്റ്റിമേഷൻ. So what in this method what we will do is like we will randomly partition the data, given data into two independent set. ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെയിനിങ് സെറ്റ് ആയിരിക്കും, രണ്ടാമത്തെ സെറ്റ് എന്ന് ടെസ്റ്റ് സെറ്റ് ആയിരിക്കും. ടിപ്പിക്കലി ഇതെങ്ങനെയാ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 2/3 of the data are allocated to the training set and the remaining 1/3 will be allocated to the test set. അങ്ങനെയാണ് ശരിക്കും അലോക്കേഷൻ വരിക. So the training set is used to derive the model and the model's accuracy is estimated with the test set. That is actually hold out method. So hold out method എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണില്ല, നിങ്ങൾ നമുക്കൊരു ഡാറ്റ തന്നിട്ടുണ്ട്. So this is the data and what I am doing here training set is there, test set is there. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ട്രെയിനിങ് സെറ്റ് വലുതാണ്, ടെസ്റ്റ് സെറ്റ് ചെറുതാണ്. അത് നിങ്ങൾ കണ്ടല്ലോ. 2/3 will be in the training set. ടെസ്റ്റ് സെറ്റിൽ എത്ര ഉണ്ടാവും? 1/3 മാത്രമേ ഉണ്ടാവുള്ളൂ. And by using the training set you will derive the model and the derived model is used to measure the accuracy of test set and it will estimate the accuracy. Clear ആയോ? ഒന്നുകൂടെ പറയണോ? So hold out method means it is a method for finding the accuracy or estimating the accuracy of a model
Here, the given data is divided into two sets. One is a training set, another is a test set. Training set is like it will contain the 2 by 3rd of the entire data, and the test set means it will hold only 1 by 3rd of the data. And what is the next model? By using the training set, we will generate a model, and by using that model, we will test the test set and we will check the accuracy or we will estimate the accuracy. അടുത്ത മെത്തേഡ് എന്താ? റാൻഡം സബ്സാമ്പിളിംഗ് അല്ലേ? ഇതിലെന്താ ചെയ്യുന്നത് നോക്കൂ. റാൻഡം സബ്സാമ്പിളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയർ റിപ്പീറ്റ് ഹോൾഡ് ഔട്ട് k times and accuracy is measured by the average of the accuracies obtained. അതായത് റാൻഡം സബ്സാമ്പിളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾഡ് ഔട്ട് മെത്തേഡിൽ നമ്മൾ ചെയ്ത സെയിം സംഭവം വി വിൽ റിപ്പീറ്റ് ഫോർ സം k times. ഇതിപ്പോൾ ഒറ്റ പ്രാവശ്യം ചെയ്തതിന് പകരം വി ആർ ഡൂയിങ് ദ സെയിം ടാസ്ക് ഫോർ k times. ഒന്നുകിൽ 5 പ്രാവശ്യം അല്ലെങ്കിൽ 10 പ്രാവശ്യം അങ്ങനെ k value മേ ബി ഡിപ്പെൻഡ്സ് ഓൺ ദ user. Okay, so some 5 times 10 times like that it will do. Then and random subsampling means hold out method. It's a variation of hold out method, and what it will do is like it will do the same thing repeatedly for k times, and accuracy is measured as the average of the accuracies obtained. Clear ayo? Clear ayo? Okay. അടുത്ത മെത്തേഡാണ് ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത്. എന്താ ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത്? ഹിയർ ക്രോസ് വാലിഡേഷൻ യു ക്യാൻ സി ദിസ് ഇസ് എ k fold where k value is equal to 10 is most popular. So here what it is doing is like randomly partition the data into q k mutually exclusive subset each approximately of equal size. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാ സെറ്റിനെ will partition into k mutually exclusive. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ടേം k mutually exclusive, അതാകുമ്പോൾ അവർ ബന്ധമില്ലാത്ത രീതിയിൽ വേണം നമ്മൾ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വി വിൽ പാർട്ടീഷൻ ദ ഡാറ്റ ഇൻറ്റു k mutually exclusive subset each approximately of equal size. അതിനുശേഷവും at the ith iteration use di as a test set and others as training set. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റനെ പാർട്ടീഷൻ ചെയ്തു, പാർട്ടീഷൻ i and the partition di. രണ്ട് പാർട്ടീഷൻ ഉണ്ടാവല്ലോ. di is reserved as a test set and the remaining partitions are collectively used to train the model. അപ്പോൾ എപ്പോഴും നിങ്ങൾക്കറിയാം രണ്ട് മോഡലായിട്ട് നമ്മൾ എപ്പോഴും ഡിവൈഡ് ചെയ്യാം, ഒന്ന് ട്രെയിൻ സെറ്റും ടെസ്റ്റ് സെറ്റും. നമുക്ക് തന്നിരിക്കുന്ന പാർട്ടീഷൻസിന് d1 d2 d3 അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് di എന്ന് പറയുന്നത് ടെസ്റ്റ് സെറ്റ് ആയിട്ടും ബാക്കിയുള്ളതിന് ട്രെയിനിങ് സെറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, so in the first iteration subset d2 to dk collectively serve the training set. d1 and d3 ബാക്കിയുള്ളതോ ടെസ്റ്റ് സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പറഞ്ഞാൽ മനസ്സിലായോ? At the ith iteration we will use some particular set of element as a test set, others as a training set. ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോൾഡ് ഔട്ട് മെത്തേഡിൽ പറഞ്ഞ പോലെ തന്നെ we will derive a model and we will use the model to classify the test data. ഇവിടെ ക്രോസ് വാലിഡേഷനും നമ്മുടെ ഹോൾഡ് ഔട്ടോ സബ്സാമ്പിളിംഗ് മെത്തേഡ് നമ്മുടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തമ്മിൽ മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മളിവിടെ കൊടുക്കുന്ന ഓരോ സാമ്പിൾ, അതായത് whatever sample that we are taking here, each sample is used the same number of times. ആ തന്നിരിക്കുന്ന സാമ്പിൾ നമ്മൾ ഇപ്പൊ 3 പ്രാവശ്യം ആണെങ്കിൽ 3 പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യുള്ളൂ for training and once for testing. That is the difference between hold out and random subsampling from cross validation. Okay, so cross validation is unlike to hold out and random subsampling method. Here each sample is used the same number of time for testing and once for training and once for testing. And for classification, accuracy
Estimate is the overall number of correct classification from the kth iteration. നമുക്ക് k iteration ഉണ്ടെങ്കിൽ അതിൽ എത്ര iterations കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു എന്നുള്ളതാണ് ഇതിൽ വരിക ആക്യുറസി എസ്റ്റിമേറ്റിൽ വരിക. നമുക്ക് റേറ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിലോ we will divide it by the total number of tuples of the initial data. അതിൽ വരുന്ന തന്നെ വേറൊരു ക്രോസ് വാലിഡേഷനിൽ വരുന്ന അടുത്തൊരു മെത്തേഡാണ് ലീവ് വൺ ഔട്ട് എന്ന് പറയുന്ന മെത്തേഡ്. ലീവ് വൺ ഔട്ട് എന്ന് വെച്ചാൽ എന്താ? സ്പെഷ്യൽ കേസ് ഓഫ് കെ ഫോൾഡ്. ഇത് കാണുന്നില്ലേ? ലീവ് വൺ ഔട്ട്. കെ ഫോൾഡ് where k is equal to the number of tuples for small size data. ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് പോലെ തന്നെ that is only one sample is left out at a time for the test set. മനസ്സിലായോ? ലീവ് വൺ ഔട്ട് എന്ന് വെച്ചാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എൻറ്റയർ സാമ്പിൾ ആണ് വി വിൽ ലീവ് വൺ ഡാറ്റ. സോ ലീവ് ഔട്ട് വൺ ഡാറ്റ അറ്റ് എ ടൈം ഫോർ ദ ടെസ്റ്റ് സെറ്റ്. ദാറ്റ് ഈസ് നോൺ ആസ് ലീവ് വൺ ഔട്ട് മെത്തേഡ്. പിന്നെ ഉള്ളത് അടുത്തൊരു മെത്തേഡാണ് സ്ട്രാറ്റിഫൈഡ് ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത്. എന്താ സ്ട്രാറ്റിഫൈഡ് ക്രോസ് വാലിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയർ യു ക്യാൻ സി ഇൻ സ്ട്രാറ്റ എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമുക്ക് തന്നിരിക്കുന്ന ടെസ്റ്റ് സെറ്റിന്റെ ഒരു പാർട്ടാണ് നമ്മൾ ശരിക്കും ട്രെയിനിങ് ടെസ്റ്റ് സെറ്റിന്റെ ഒരു പാർട്ടാണ് നമ്മൾ എന്താ പറയുക സ്ട്രാറ്റ എന്ന് പറയുക. സോ ഹിയർ ഇൻ സ്ട്രാറ്റിഫൈഡ് ക്രോസ് വാലിഡേഷൻ ഫോൾഡ്സ് ആർ സ്ട്രാറ്റിഫൈഡ് സോ ദാറ്റ് class in each fold is approximate that is same as that of the in the initial data എന്ന് പറയാം. അതായത് നമുക്കിപ്പോൾ തന്നിരിക്കുന്നതിൽ ഈ തന്നിരിക്കുന്ന ഓരോന്ന് ഇപ്പൊ കെ ഫോൾഡ് എന്ന് പറയുന്ന സമയത്ത് ഓരോ ടൈപ്പ് അല്ലെങ്കിൽ 10 എണ്ണം എന്ന് പറയുന്ന ഒരു ഫോൾഡ് ആണെന്ന് വെച്ചു. സോ ഈച്ച് ഫോൾഡ് ആർ സ്ട്രാറ്റിഫൈഡ് സോ ദാറ്റ് ദ ക്ലാസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ട്യൂപ്പിൾ ഇൻ ഈച്ച് ഓഫ് ദ ഫോൾഡ് ഇസ് അപ്രോക്സിമേറ്റ്ലി സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഇനീഷ്യൽ ഡാറ്റ. നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറയില്ലേ, എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക കാൽക്കുലേറ്റ് ചെയ്തില്ലേ, ഡിസ്ട്രിബ്യൂട്ട് സാമ്പിളിംഗ് കേട്ടില്ലേ നിങ്ങൾ? അതായത് തന്നിരിക്കുന്ന മെത്തേഡിൽ ഏതെങ്കിലും ഒരു സാമ്പിൾ മാത്രം, അതായത് ബയാസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വി വിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. ഡിസ്ട്രിബ്യൂഷൻ റേറ്റ് എന്ന് പറയും സാമ്പിളിങ്ങിൽ. ഓക്കെ, so in stratified cross validation, fold are stratified so that class distribution of the tuple in each fold is approximately same as that in the initial data. That is known as stratified. Okay, so hold out method പറഞ്ഞു. അടുത്ത ബൂട്ട്സ്ട്രാപ്പ് ആൻഡ് സെവറൽ ബൂട്ട്സ്ട്രാപ്പിംഗ് മെത്തേഡ് അല്ലേ? ഓക്കെ, ഇതിന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ